ഔദ്യോഗികമായി കാലവർഷം കേരളത്തിലേക്ക് എത്തിയിട്ട് 6 ദിവസം പിന്നിടുകയാണ്. 6 ദിവസവും ശക്തമായ മഴ തന്നെയാണ് കേരളത്തിൽ ഉടനീളം ലഭിച്ചത്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ. നാളെ മുതൽ ഇപ്പോൾ മഴ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും പുറത്തുവിടുന്ന മുന്നറിയിപ്പുകൾ പ്രകാരം വ്യക്തമാകുന്നത്. നാളെ മുതൽ 5 ജില്ലകൾ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് കാലാവസ്ഥാ വകുപ്പിൻ്റെ കേരള ഡയറക്ടറായിട്ടുള്ള നീത കെ ഗോപാലാണ്. ഇനിയിപ്പോൾ നാളെ മുതൽ അലേർട്ടുകളുണ്ട്, പക്ഷേ യെല്ലോ അലേർട്ടുകളാണ്, മറ്റ് ഓറഞ്ചും റെഡും ഒക്കെ ഇല്ല. അപ്പം എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിലെ മഴ? ഇന്ന് ശേഷം ഇന്നത്തെ ഒരു അലേർട്ട് ഇപ്പം വടക്കൻ കേരളത്തിൽ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ നാളെയോടുകൂടി മഴയുടെ അളവിലും ശക്തിയിലും ഒക്കെ കാര്യമായി കുറവ് വരും. കേരളത്തിൽ വ്യാപകമായിട്ട് മഴ പെയ്യും, പക്ഷേ നമ്മൾ ലൈറ്റ് ടു മോഡറേറ്റ് കാറ്റഗറിയിലായിരിക്കും, അതായത് നേരിയതോ ഇടത്തരം മഴയോ ഉണ്ടാവുള്ളൂ. ജൂൺ 12 ശേഷം മഴയുടെ അളവിലും കിട്ടുന്ന സ്ഥലങ്ങളുടെ എണ്ണത്തിലുമൊക്കെ വളരെ കുറവുണ്ടാവും, ഗണ്യമായ കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ച് ദിവസങ്ങളിലേക്ക് നമുക്ക് മൺസൂൺ വളരെ ദുർബലമായുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും പോവുക. സാധാരണ നമുക്ക് ജൂൺ മാസം ഉടനീളം മഴ കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും കാലവർഷ സമയത്തൊക്കെ ഉണ്ടാവാറുള്ളത്, പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അപ്പം ഇനിയിപ്പോൾ എന്നാണ് നമ്മളൊരു മഴയുടെ ഒരു ഇത് പ്രതീക്ഷിക്കുന്നത്? എപ്പോഴേക്കാണ് അടുത്ത ഒരു ഫേസ് ഓഫ് മഴ എപ്പോഴായിരിക്കും നമുക്കിനി ലഭിക്കുക? നമ്മൾ ജൂൺ മാസത്തിലെ മഴയുടെ ഒരു ഔട്ട്ലുക്കിൽ ശരാശരിയിൽ കുറവായിരിക്കും മഴ എന്നുള്ളതാണല്ലോ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു അടുത്തൊരു റിവൈവൽ അല്ലെങ്കിൽ മൺസൂൺ ഒന്ന് ശക്തിപ്പെടാനുള്ളൊരു സാഹചര്യം അടുത്തൊരു 15 ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്ന് വേണം പറയാനായിട്ട്, ഇന്നത്തെ മോഡൽ ഫോർകാസ്റ്റുകളും അനാലിസിസുകളൊക്കെ പ്രകാരം. കാരണം നമുക്കൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും നിലവിൽ ഇല്ല, ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യവുമില്ല. എൽനിനോ ഇയർ ആണല്ലോ, അപ്പോൾ എൽനിനോയുടെ ഒരു പശ്ചാത്തലത്തിൽ മഴ കുറവായിരിക്കുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു മുന്നറിയിപ്പ് തന്നിരുന്നതാണ്. അപ്പോൾ എൽനിനോയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അതിൻ്റെ ഒരു സ്വാധീനം ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടോ? എൽനിനോ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു എൽനിനോ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ആയിട്ടില്ലെങ്കിലും ഈ പസഫിക് സമുദ്രത്തിൽ സമുദ്രജലം ചൂട് കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം നമുക്ക് വന്നു തുടങ്ങിയെന്ന് തന്നെ വേണം അനുമാനിക്കാൻ. എന്തായാലും ആദ്യം ഒരു 6 ദിവസം ലഭിച്ച മഴ പോലെ ആയിരിക്കില്ല വരും ദിവസങ്ങളിൽ. എന്തായാലും മഴ കുറവ് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ നീത കെ ഗോപാൽ തന്നെ വ്യക്തമാക്കുന്നത്. നാളെ ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 5 ജില്ലകളിൽ നാളെയും മറ്റന്നാളും കൂടി മുന്നറിയിപ്പുണ്ടാകും. അതിനുശേഷം മഴ കുറയാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലിപ്പോൾ കാലാവസ്ഥാ വകുപ്പും പ്രവചിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശ്രീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, റിപ്പോർട്ടർ, തിരുവനന്തപുരം.